2023 ഒരു പ്രഡിക്ഷൻ നടത്തി. Hey guys, so the year is 2025. So നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ ഈ ടൈറ്റിൽ കാർഡും BGM-ഉം കേൾക്കണേ എന്നൊന്ന് വിചാരിക്കുക. ആക്ച്വലി അതിൻ്റെ ഫസ്റ്റ് പോർഷൻ നമ്മുടെ ആ BGM-ന്റെ സ്റ്റാർട്ടിങ്, പിന്നെ ഇടയിൽ കുറച്ച് ഞാൻ എൻ്റെ ആയിട്ടുള്ള കമ്പോസിഷൻ വരുത്തി, പിന്നെ അതിനെ മറ്റേലേക്കൊന്ന് എത്തിച്ചു. പിന്നെ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ പോയി കണ്ട പടം. അതും അറൗണ്ട് സെക്കൻഡ് ഡേ ഫസ്റ്റ് ഡേ തന്നെ ആയിരുന്നു. അത് അന്ന് കണ്ട പടം, അന്ന് നമുക്കറിയില്ലായിരുന്നു ഇത് റിലീസ് ചെയ്യുന്നു. ഞാനത് ഫസ്റ്റത്തെ ഒരു മിനിറ്റ് അല്ലേ, അത് മിസ്സാവാൻ പാടില്ല. എനിക്ക് ഒന്നാമത് സിനിമയുടെ ആദ്യത്തെ 5 സെക്കൻഡോ 10 സെക്കൻഡോ പോയാൽ തന്നെ ആ വൈകിച്ചാളെ ഞാൻ ഇട്ട് പറഞ്ഞോണ്ടിരിക്കും. ഇറ്റ്സ് ആൻ അപ്രിസിയേഷൻ ഫോർ ഹിം, ഒരു ട്രിബ്യൂട്ട് പോലെ തന്നെയാണ് അത്. എല്ലാവരും അടുത്ത എന്തെങ്കിലും പ്രഡിക്ഷൻസ് ഉണ്ടോ ഇതുപോലെ? അത് നടക്കും, എന്നിട്ട് പറയും അത് നടക്കാണ്ടിരിക്കും. ലാലേട്ടന്റെ പറഞ്ഞു, അതുപോലെ മമ്മൂക്കയുടെ ഏതെങ്കിലും ഇതുപോലെ ഞാൻ ബിഗ് ബിയുടെ സാധനമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നടന്നു. ഞാൻ മഞ്ഞുമൽ ബോയ്സിൽ VFX ചെയ്തിട്ടുണ്ട്. വരൂ വരൂ കിനാവിലൻ പ്രിയേ വിലാസലോലയായി, വസന്തം എത്ര എത്ര സുന്ദരം. സിനിമാ ഭ്രാന്തനിൽ നിന്ന് കൂടെ ഉള്ളത് അശ്വിൻ റാമാണ്. അശ്വിൻ, വെൽക്കം ടു സിനിമാ ഭ്രാന്തൻ. 2023 ഒരു പ്രഡിക്ഷൻ നടത്തി. ആ പ്രഡിക്ഷൻ നടത്തിയത് ഇപ്പം യാഥാർത്ഥ്യമായിട്ട് ചോട്ടാ മുംബൈ റിലീസ് ചെയ്തപ്പോൾ അതിന്റെ ഒരു ഭാഗമാവുകയും കൂടെ ചെയ്തു. റിലീസ് മാത്രമല്ല, പ്രഡിക്ഷനകത്ത് ചോട്ടാ മുംബൈ 2 എന്നായിരുന്നു, ഇപ്പൊ റിലീസ് അതിന്റെ ഒരു ഭാഗമായി. എങ്ങനെയാ ശരിക്കും ഇത് മുൻപ് അറിഞ്ഞിട്ടാണോ അത് വെറുതെ പ്രഡിക്റ്റ് ചെയ്തായിരുന്നോ? ഇല്ല, മുമ്പ് അറിയാൻ അങ്ങനെ മുമ്പ് അറിയാവുന്നില്ല. ഞാൻ ചുമ്മാ ഞാൻ അധികം പെട്ടെന്ന് കണ്ടന്റ് ഇറക്കുന്നുണ്ടായിരുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ. സോ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ന്യൂ ഇയർ സമയമൊക്കെ ആയില്ലേ, അപ്പോൾ നവംബറൊക്കെ ആയപ്പോൾ ഞാൻ ചുമ്മാ ആ ഒരു സ്കോർ എങ്ങനെ, ഒരു മാസ് പരിപാടി വന്ന് എങ്ങനെ ഉണ്ടാവും, എനിക്ക് അങ്ങനത്തെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ചെയ്തപ്പോൾ കണ്ടന്റിന് ആദ്യം ക്ലിക്ക് ബൈറ്റ് അടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ആ സ്പോട്ടിൽ നമ്മൾ അവരുടെ അടുത്ത് പ്രൊഡിക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഓബ്വിയസ്ലി അട്രാക്ഷൻ വന്നോളും. ഞാൻ ചുമ്മാ ഒരു 2025 പറഞ്ഞേ ഉള്ളൂ, അതിങ്ങനെ ഒന്നും എനിക്കറിയില്ല. കറക്റ്റ് 2025 തന്നെ അറിയില്ല, അങ്ങനെ അറിയില്ലായിരുന്നു. അശ്വിനിലേക്ക് ആ ഒരു ടൈറ്റിൽ സൗണ്ട് ട്രാക്ക് ചെയ്യുന്നത് അശ്വിനിലേക്ക് എങ്ങനെയായിരുന്നു എത്തിയത്? ഇത് ഹൈ സ്റ്റുഡിയോസിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഷാൻ ആഷിഫ്. പുള്ളിയാണ് ഇതിൻ്റെ കളർ ചെയ്തിരിക്കുന്ന പുള്ളിയാണ്. അപ്പോൾ അവൻ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ എഡിറ്റ് ചെയ്യണ സമയത്ത് അവൻ ആ ഒരു ട്രാക്ക് ചുമ്മാ വെച്ചിട്ട്, പക്ഷേ ഞാൻ ചെയ്ത് വെറും 8 സെക്കൻഡായിരുന്നു. അപ്പോൾ അതിനെ ചുമ്മാ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വെച്ചിട്ട് ഇവർ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വെച്ചപ്പോൾ മണിയമ്പള രാജ് സാറിൻ്റെ മകൻ അവരാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്, മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരത് ഇങ്ങനെ കേട്ടിട്ട് അത് ലൈക്ക് 1 മിനിറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ വെച്ചിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ 1 മിനിറ്റ് അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ടൈറ്റിൽ ഇതായി കൊടുത്തു. അത്ര ഒരു ആക്ച്വലി അതിൻ്റെ ഫസ്റ്റ് പോർഷൻ നമ്മുടെ ആ BGM-ന്റെ സ്റ്റാർട്ടിങ്, പിന്നെ ഇടയിൽ കുറച്ച് ഞാൻ എൻ്റെ ആയിട്ടുള്ള കമ്പോസിഷൻ വരുത്തി, പിന്നെ അതിനെ മറ്റേലേക്കൊന്ന് എത്തിച്ചു. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഭയങ്കര ലാലേട്ടൻ ഫാൻ ആണല്ലോ. ലാലേട്ടന്റെ സിനിമയിൽ അത് ചോട്ടാ മുംബൈ ഒക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇറങ്ങി. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ട പടം. 6ൽ ഞാൻ എത്രയിലായിരുന്നു എനിക്ക് ഓർമ്മയില്ല. 2007 ഇറങ്ങിയ സിനിമ. ഞാനൊന്നും ഇതിലായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അന്നത് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ പോയി കണ്ട പടം. അതും അറൗണ്ട് സെക്കൻഡ് ഡേ ഫസ്റ്റ് ഡേ തന്നെ ആയിരുന്നു. അത് അന്ന് കണ്ട പടം, അന്ന് നമുക്കറിയില്ലായിരുന്നു ഇത് റിലീസ് ചെയ്യുന്നു, അങ്ങനെ സംഭവം വരുന്നു. ഇപ്പൊ കണ്ടപ്പോഴും ഫാമിലി ആയിട്ടാണോ? അല്ലല്ല, ഇപ്പൊ ഫാൻസിന്റെ കൂടെ. അന്ന് പാലക്കാടാണ് കണ്ടേ. ഇപ്പൊ കവിത തിയേറ്ററിൽ ഫസ്റ്റ് ഡേ പോയി കണ്ടു. അത് ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. കവിതയിലാണെന്ന് തോന്നല്ലേ, എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ഞാൻ കവിതയിലല്ല, കുറച്ചും കൂടെ ഉണ്ടല്ലോ, അത്രയും മാസ് ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കാണുമ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ് കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ വീണ്ടും ചോട്ടാ മുംബൈ എന്നുള്ള സിനിമ തന്നെ കണ്ടപ്പോൾ? ഞാൻ ആ സമയത്തിന്, കാരണം അത് ഫസ്റ്റത്തെ ഒരു മിനിറ്റ് അല്ലേ, അത് മിസ്സാവാൻ പാടില്ല. എനിക്ക് ഒന്നാമത് സിനിമയുടെ ആദ്യത്തെ 5 സെക്കൻഡോ 10 സെക്കൻഡോ പോയാൽ തന്നെ ആ വൈകിച്ചാളെ ഞാൻ ഇട്ട് പറഞ്ഞോണ്ടിരിക്കും. സോ ആക്ച്വലി വേഗം എത്തിയപ്പോൾ തന്നെ ഞാൻ എല്ലാവരും ഇരുന്നു വെയിറ്റിംഗ് ആയിരുന്നു, സാധനം എപ്പോഴാണ് പ്ലേ ആകുന്നത്. പക്ഷേ എനിക്കറിയാം, ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ആ ട്യൂൺ, രാഹുൽ ജാർജ് കമ്പോസ് ചെയ്ത ട്യൂണ് ഭയങ്കര ഒരു അട്രാക്ഷൻ ആയിരുന്നു. എന്തായാലും ആൾക്കാർക്ക് ആ സാധനം അടിക്കും. അപ്പം അത് വെച്ചപ്പോൾ എനിക്ക് അത് പ്ലേ ചെയ്യുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ആ വെച്ചപ്പോൾ ഓഡിയൻസ് റിയാക്ഷൻ കണ്ടപ്പോൾ ഐ വാസ് സോ ഹാപ്പി. അതന്നെയായിരുന്നു എക്സ്പെക്ട് ചെയ്ത്, അതന്നെ കിട്ടി. പാട്ടിലേക്കൊക്കെ ഉള്ളൊരു, അല്ലെങ്കിൽ ഒരു കമ്പോസർ എന്നതിലേക്കുള്ളൊരു അശ്വിൻ്റെ തുടക്കം എവിടെ നിന്നായിരുന്നു? ഞാൻ സത്യം പറഞ്ഞാൽ ഈ കോളേജിൽ ഡാൻസ് പരിപാടിയൊക്കെ ആയിരുന്നു. മ്യൂസിക്കുമായിട്ട് അങ്ങനെ സംഭവം ഉണ്ടായിരുന്നില്ല. പക്ഷെ
ഞാനൊരു 6 കൊല്ലം വയലിൻ പഠിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് കുട്ടിയായിരിക്കുന്ന സമയത്ത്. പിന്നെ 2 കൊല്ലം പാട്ട് പഠിച്ചു. പിന്നെ +2 പഠിക്കുമ്പോൾ +1 +2 ചെണ്ട അരങ്ങേറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെറിയ ബേസ് ഉണ്ട്, പക്ഷെ വലിയ ആധികാരികമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അത് കോളേജിൽ ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാട്ട് മിക്സ് ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ മിക്സൊക്കെ ചെയ്യുമ്പോൾ അത് കൊള്ളാം പരിപാടി. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ എന്താണെന്ന് കൂടുതൽ അറിഞ്ഞ് അങ്ങനെ കോളേജ് പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ഞങ്ങളുടെ കോളേജ് ടെക് ഫെസ്റ്റിന് വേണ്ടി ഒരു ആന്തം ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ അതിൽ ഇൻവോൾവ് ആയത്. അതിനുശേഷം പിന്നെ അന്ന് കവേഴ്സൊക്കെ ഭയങ്കര ഇതായിരുന്നു. കവേഴ്സ് ഇറക്കുന്ന ആൾക്കാർ കുറേ ഉണ്ടായിരുന്നു അന്ന്. അങ്ങനെയാണ് കവേഴ്സിലോട്ട് ഇറങ്ങി. അന്ന് തന്നെ ഞാൻ ഫസ്റ്റ് ഒറിജിനൽസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ കവേഴ്സിനായിരുന്നു കുറച്ചും കൂടി അട്രാക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ചും കൂടി റീച്ച് ഉണ്ടായിരുന്നു അതിനായിരുന്നു. അങ്ങനെയാണ് ഞാൻ മ്യൂസിക്കിലോട്ട് വന്നത്. പിന്നെ പാടാൻ തീരുമാനിച്ചത് അറിയില്ല, എന്തോ ചുമ്മാ പാടി നോക്കി. അപ്പോൾ ഈ ഫസ്റ്റ് കമ്പോസ് ചെയ്ത് തുടങ്ങിയ ടൈമിൽ എങ്ങനെയായിരുന്നു? ഇപ്പോൾ സോഫ്റ്റ്വെയർസ് തന്നെ യൂസ് ചെയ്ത് തുടങ്ങുമായിരുന്നോ? ഞാൻ മെയിൻലി നമുക്ക് ഇൻ്റർഫേസ് പഠിക്കണം. ഡോ എന്ന് പറയും, ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻ. അത് പഠിച്ചാലേ നമുക്ക് ഏകദേശം ഒരു ബേസിക്കായിട്ടൊരു ഐഡിയ വേണം ഇതിനെക്കുറിച്ച് എന്താ സംഭവം നടക്കുന്നത്, എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് VSTs യൂസ് ചെയ്യുന്നത്, അതൊക്കെയാണ് അതിൽ മെയിൻ. അത് ഗ്രാജുവലി പഠിച്ചായിരുന്നു. സോങ് മിക്സിങ് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രാജുവലി പഠിച്ച പരിപാടിയായിരുന്നു. ഇതിന്നിരുന്നു ലൈക്ക് യൂട്യൂബ് നോക്കി പഠിച്ച പരിപാടി, അല്ലാണ്ട് വേറെ കോഴ്സൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം ഒരു സമയത്ത് ഞാൻ ഇന്നിപ്പോൾ യൂട്യൂബ് നോക്കിയാണ് എനിക്കറിയാം കറക്റ്റ് ഒരു 7 വർഷം മുമ്പാണ് അശ്വിൻ്റെ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ മലയാളീസും കണ്ടിട്ടുള്ള മാഷപ്പ് വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുള്ളത്. അന്ന് മാഷപ്പ് ഒക്കെ ഭയങ്കര ട്രെൻഡായിട്ട് നിന്ന സമയമായിരുന്നു. അശ്വിൻ്റെ ആ ഒരു മാഷപ്പ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു എല്ലാവരും വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട്, അന്ന് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി അധികം ഇല്ലായിരുന്നു. ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇല്ല, വെറും പോസ്റ്റ് മാത്രമേ ഉള്ളൂ. അതെ. അപ്പോൾ വാട്സപ്പിൽ പക്ഷേ കുറെ കിടന്ന് ഇങ്ങനെ എനിക്ക് വാട്സപ്പിലൊക്കെയാണ് ഞാൻ കുറെ കണ്ടിട്ടുള്ളത്. പിന്നെ അങ്ങനെ യൂട്യൂബിൽ എന്തോ കണക്ട് ചെയ്ത് അതെ അൺലിമിറ്റഡ് ഡേറ്റ ഒക്കെ എല്ലാവർക്കും അപ്പോഴാണ് ഇന്റർനെറ്റ് അത്യാവശ്യം എല്ലാവർക്കും. ഞാൻ എപ്പോഴെന്താണ് തോന്നുന്നു ഫോൺ പ്രോപ്പറായിട്ട് അത് യൂസ് ചെയ്ത് തുടങ്ങി. ആ ടൈമിൽ എന്താണ് അപ്പോൾ കണ്ടത്. അപ്പം മാഷപ്പിലോട്ടുള്ളൊരു ഇങ്ങനെയായിരുന്നു എത്തിയത്. മാഷപ്പിലോട്ട് അങ്ങനെ തന്നെ ഒരു കുറേ ആൾക്കാർ ഇങ്ങനെ ഇപ്പോൾ വെളിയിലുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളവിടെ ആക്ച്വലി ഞാനൊന്നുമല്ല, ലൈക്ക് എന്നെക്കാൾ മുന്നേ തൈക്കുടം ബ്രിഡ്ജൊക്കെ ചെയ്ത പരിപാടി തന്നെ. അതിനുശേഷം കുറച്ച് ലൈക്ക് പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്ത് വേറെ രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വെളിയിലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ട്രൈ ചെയ്ത് നോക്കി. മെയിൻലി മാഷപ്പിൻ്റെ എന്താ വെച്ചാൽ സൈക്കോളജി എന്താ വെച്ചാൽ ഇവർക്ക് നൊസ്റ്റാൾജിയ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് എന്നും ഇതുള്ള കാര്യമാണ്. അപ്പോൾ അതിലൊന്ന് അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ നോക്കിയിട്ട് എല്ലാത്തിനും ഒന്ന് ഇതാക്കിയതേ ഉള്ളൂ. അങ്ങനെയാണ് മാഷപ്പിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായത്. അത് ഈ ഡിഫറെന്റ് ലാംഗ്വേജസും കൂടെ മിക്സ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ തമിഴും ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രെൻഡ് ആയത് തന്നെ ഇപ്പൊ ഷേപ്പ് ഓഫ് യൂവും അതിന്റെ കൂടെ മലയാളം മറ്റേ മഴയെ അതും കുട്ടനാടൻ്റെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇപ്പൊ ലാംഗ്വേജസ് മിക്സ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. ഞാനൊരു രാജാ ഗണപതി എന്നൊരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ തമിഴ് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് ഞാൻ എയർ റഹ്മാൻ മാഷപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഒറ്റ ടേക്കിലായിരുന്നു, ഒരു വീഡിയോ ഫുൾ ഒറ്റ ടേക്കിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് മാത്രമല്ല, ഇതിൽ പാട്ടുണ്ട്, ഡാൻസ് കളിക്കും, ഡാൻസ് വീഡിയോ കണ്ടിട്ടുണ്ട്, ആക്ടിങ് ഉണ്ട്, വീഡിയോസ് ഒക്കെ സ്വന്തമായിട്ട് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അത് ഇപ്പം എങ്ങനെ പറയുക, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 2 years മുന്നേ ശാകുന്തളം 2.0 പറഞ്ഞൊരു ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അത് 9 മിനിറ്റിൻ്റെ മ്യൂസിക് വീഡിയോ വിത്ത് ഒരു സ്റ്റോറി പോലെ. അത് ഞാൻ ആക്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഡയറക്ഷനും എഡിറ്റിങ്ങും VFXും ഞാൻ ചെയ്തത് വേറെ നിവൃത്തികേടുകൊണ്ടാണ്. അല്ലെങ്കിൽ ആൾക്കാർ അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ വെക്കുന്ന ആൾക്കാർ കുറച്ച് അവരെ തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ പഠിച്ച് ഞാൻ തന്നെ എല്ലാം ചെയ്തു, എഡിറ്റും VFXും മ്യൂസിക്കും എല്ലാം. എഡിറ്റിങ്ങും അപ്പം വീഡിയോസ് എല്ലാം തന്നെ ഞാൻ VFX ആർട്ടിസ്റ്റും കൂടെയാണ്, അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. VFXും പഠിച്ചിട്ട് തുടങ്ങിയതാണ്? അല്ലല്ല, അതൊക്കെ അങ്ങനെ പഠിച്ച് വന്നതിനാണ്. നമ്മൾ ലൈക്ക് ഓൺലൈൻ വഴി പഠിച്ചത് തന്നെയാണ്. പിന്നെ ആൾക്കാർ ചോദിച്ച് മനസ്സിലാക്കും. സർവൈവൽ സ്കിൽ. സർവൈവ് ചെയ്യാനായിട്ട് ലൈക്ക് അതർ ദാൻ മ്യൂസിക് എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്? ഞാൻ VFX ചെയ്യാറുണ്ട് മൂവീസിൽ. ഞാൻ മഞ്ഞുമൽ ബോയ്സിൽ VFX ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ എറണാകുളത്ത് ബ്ലാക്ക് മരിയ എന്നുള്ള സ്റ്റുഡിയോയിൽ അവിടുത്തെ റോട്ടോ പ്രൊപ്പിൻ്റെ ടീം ലീഡ് ഞാനായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു 3 മാസം ഞാൻ മഞ്ഞുമൽ ബോയ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ VFXിൽ. പിന്നെ അങ്ങനെ വരില്ല, വേറെ എന്താ. പിന്നെ ഇപ്പോൾ ഡാൻസ് അധികം ചെയ്യാറില്ല. അപ്പോൾ കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ മ്യൂസിക് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതൊക്കെ തന്നെ. കുറച്ചാൾ മുന്നേ ഇറങ്ങിയ റൺവേ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിലും അതിലും സൗണ്ട് ട്രാക്കാണ്. അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഫുൾ 2 സോങ്സ് ഉണ്ട്. അത്
എൻ്റെ ഫ്രണ്ട് ലീ അലിയാണ് അതിൻ്റെ ഡയറക്ടർ. അദ്രി വഴിയാണ് ലീ കണക്ട് ആവുന്നത്. അങ്ങനെ അദ്രി ജോ, അപ്പോൾ അവൻ വഴി ലീ കണക്ട് ആവുന്നത്. അങ്ങനെ ചെയ്തൊരു വർക്കാണ് റൺവേ. അത് കുറച്ചും കൂടെ എനിക്ക് പുള്ളിയുടെ ഇൻറ്റൻറ്റും ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു വർക്കിൻ്റെ. ആൻഡ് അത് കെയിം ഔട്ട് വെൽ. അതിൻ്റെ ഫസ്റ്റ് ഒരു 50 മിനിറ്റിൻ്റെ ഒരു ലോങ് പരിപാടി, സിനിമയൊക്കെ ചെയ്യുന്നതിന് മുന്നേ കുറച്ചൊരു ലോങ് പരിപാടി ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഒരു ലേണിംഗ് ആയിരുന്നു. അതേ സമയത്തിനാണ് ഹലോ മമ്മിയിൽ ചെയ്യാൻ പറ്റിയത്. അദ്രിജായിട്ടുള്ള കുറേ വീഡിയോസ് പ്രൊഫൈലിൽ കണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ ഒരു സൗഹൃദം എങ്ങനെയായിരുന്നു? എവിടെ നിന്നായിരുന്നു തുടങ്ങി? ഇത് ഞാനൊരു 3 കൊല്ലം കൊച്ചിയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് മീറ്റിൽ നിന്ന് വരാം. അദ്രിയായിട്ട് ഫസ്റ്റ് മീറ്റിംഗ് കൊച്ചിയിൽ വെച്ചിട്ടാണ്. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് അവനൊരു മിന്നൽ മുരളിയുടെ പ്രോമോ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഗ്രാജുവലി ഒരു ന്യൂ ഇയറിന് ട്രാക്ക് ചെയ്തു. പിന്നെ അതിനുശേഷം പിന്നെ ഞങ്ങൾ പിന്നെ അളിയനായി. പിന്നെ അവൻ വഴിയാണ് എനിക്കൊരു ഹലോ മമ്മി വന്നത്. അവൻ വഴിയാണ്. ഹലോ മമ്മിയുടെ പ്രോമോ സോങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സിനിമയുടെ ഉള്ളിലൊരു ട്രാക്ക് ഉണ്ടായിരുന്നു, അത് ഞാനാണ് ചെയ്തത്. പിന്നെ അഡീഷണൽ കുറച്ച് BGM പരിപാടി ഉണ്ടായിരുന്നു. അദ്രി ഇങ്ങനെ കുറച്ചിങ്ങനെ വർക്ക് ഉണ്ട്. പിന്നെ അവൻ്റെ ആയിട്ടുള്ള റെക്കോർഡിങ് പരിപാടിയൊക്കെ ഉണ്ടാവും. അവനിങ്ങനെ അവൻ്റെ റെക്കോർഡ് ചെയ്യാനൊക്കെ വരും. അവൻ്റെ മറ്റേ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ഫൺ അതൊക്കെ അവൻ ചെയ്യാൻ വരാറുണ്ട്. അങ്ങനെ ഞങ്ങൾ കണ്ടിട്ട് ബഡീസ് ആയത്. അശ്വനെ സംബന്ധിച്ച് ഇപ്പം ഒരു മ്യൂസിക് ഫീൽഡിലോട്ട് ഇറങ്ങുമ്പം സിനിമ ഫോക്കസ് ചെയ്തിട്ടാണോ അതൊരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിഷ്യൻ ആ രീതിയിൽ ഫോക്കസ് ചെയ്തിട്ടാണോ നിൽക്കുന്നത്? ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്നും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്, സ്റ്റേജ് ഷോ അതൊക്കെ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഞാൻ അതിന് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുക. എനിക്ക് കുറച്ചും കൂടെ ഒറിജിനൽസ് കമ്പോസ് ചെയ്ത് ഇറക്കണമെന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള മാഷപ്സ് മാത്രമേ ഉള്ളൂ. അത് ലൈവിൽ പോവാം, ലൈവ് പാടാം. പക്ഷെ കൂടുതൽ ഒറിജിനൽസ് കുറച്ചും കൂടെ ഉണ്ടാക്കണം എന്ന ആഗ്രഹമുണ്ട്. ഞാൻ പാടുന്ന കുറച്ച് ഒറിജിനൽസ് കമ്പോസ് ചെയ്യണം. അപ്പോൾ എല്ലാം നമ്മൾ പറഞ്ഞ കൊച്ചിയിൽ ജീവിക്കുമ്പോൾ എല്ലാം കൂടെ ഒന്നും ഇങ്ങനെ ഒത്തൊത്ത് പോകണ്ടേ. അപ്പോൾ സിനിമയും ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ ഇൻഡിപെൻഡൻറ്റ് പരിപാടിയും ചെയ്യണം. കൊച്ചിയിൽ വന്നത് ഈ മ്യൂസിക് കാരണം? അതെ, മ്യൂസിക്കിന് വേണ്ടി. ആക്ച്വലി ഞാനൊരു 2020 വരെ ഒരു ഭയങ്കര കംഫർട്ട് സോണിലായിരുന്നു. ലൈക്ക് വീട്ടിലിരിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ലൈക്ക് കവേഴ്സ് ചെയ്യുന്നു, ഇടയ്ക്ക് ഒറിജിനൽസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ബട്ട് നമ്മുടെ ആയിട്ടുള്ള എന്താ പറയുക, ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സുഖമല്ലേ, ഒന്നുമില്ലല്ലോ. ഇവിടെ വന്നപ്പോൾ നമ്മൾ ആ സ്ട്രഗിൾ തുടങ്ങി. ലൈക്ക് ആരും അറിയില്ല. എനിക്ക് കൊച്ചിയിൽ വെറുതെ വന്ന് പെട്ടെന്ന് കുറച്ച് സേവിങ്സ് ഉണ്ടായിരുന്നു. അത് വെച്ച് റൂമൊക്കെ എടുത്ത് ഈ സേവിങ്സ് കൊണ്ട് 3 മാസം നിൽക്കാം. ആ 3 മാസത്തിൽ നമ്മൾ കുറച്ച് കോണ്ടാക്റ്റ് ഉണ്ടാക്കി. അഡ്വർടൈസ്മെൻറ്റ്സിലായിരുന്നു എൻ്റെ കണ്ണ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ്സ് പിടിക്കണം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഫണ്ട് നമുക്ക് അതേസമയം നമുക്ക് നമ്മുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സാധനത്തിലും തലവയ്ക്കാം. അപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റ്സ് കിട്ടണം. അപ്പോൾ ഞാൻ ആദ്യം പോയി ജിമ്മിൽ പോയി സോഷ്യലൈസ് ചെയ്യണമല്ലോ. ജിമ്മിൽ ജോയിൻ ചെയ്തു. അവിടുന്ന് കണ്ട ആളെ വെച്ച് ഞങ്ങൾ മെറ്റയുടെ വർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ പരിചയപ്പെട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ പോയ സ്ഥലത്തു നിന്നാണ് എനിക്ക് ഷാനിനെ പരിചയപ്പെട്ടത്. അവിടുന്ന് അങ്ങനെ ഷാനിനെ പരിചയപ്പെട്ട് ഞാൻ അവിടുന്ന് ബ്ലാക്ക് മെറിയിൽ പോയി. അങ്ങനെ VFXൽ കുറച്ച് നേരം ഇരുന്നു. അവിടുന്ന് കുറേ കോൺടാക്ട്സ് ഒക്കെ കിട്ടി. അങ്ങനെയാണ് സർക്കിൾ ബിൽഡ് ചെയ്തത്. ഇവിടെ വന്ന് ബിൽഡ് ചെയ്തത്. അതിനൊരു സമയമെടുത്തു. അല്ല, ലൈക്ക് ഫ്രം ദ സ്ക്രാച്ച് ആയിരുന്നു. ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനുള്ള ഇതായിരുന്നു. അപ്പോൾ ബ്രേക്ക് ചെയ്തു, കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തു. ബട്ട് സ്റ്റിൽ ആ ജേർണിയിലാണ്. ഈ പലരും പറഞ്ഞിട്ടുള്ളതാണ് ജിമ്മിൽ പോയിട്ട് കിട്ടിയിട്ടുള്ള കണക്ഷൻസിനെ പറ്റി. അപ്പോൾ അവിടെ പല രീതിയിലുള്ള ആൾക്കാരുള്ളതുകൊണ്ടാവാം. അതെ. കൊച്ചിയിൽ നമ്മളിപ്പോൾ സോഷ്യലൈസ് ചെയ്ത് ഉള്ളൊരു വൺ ഓഫ് ദി മെത്തേഡ് ജിം തന്നെയാണ്. ജിമ്മ്, ചായക്കട, ആൾക്കാരെ പരിചയപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി അത് തന്നെയാണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ജിമ്മിൽ പോകുന്ന അതിനും കൂടെയാണ്. അങ്ങനത്തെ ജിമ്മാണ് മെയിൻ. അവിടെ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടും. ലൈക്ക് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതായിരിക്കും. എല്ലാവർക്കും ഒരു മോട്ടീവ് ആയിരിക്കും അവിടെ. അപ്പോൾ ഈ പാട്ടിലോട്ട് വരുന്നതിന് മുന്നേ പഠിച്ചതൊക്കെ എന്തായിരുന്നു? ഞാൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. NSS എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. പിന്നെ +2 കഴിഞ്ഞിട്ടാണ് എഞ്ചിനീയറിംഗ് പഠിച്ചത്. ഈ എഞ്ചിനീയേഴ്സ് ആണല്ലോ ശരിക്കും ഈ ക്രിയേറ്റീവ് ഫീൽഡിലോട്ട് എപ്പോഴും ഇറങ്ങാറുള്ളത്? അങ്ങനെയല്ല, എനിക്കറിയുന്നവർ കൂടുതലും ഉണ്ട്. പക്ഷെ അല്ലാത്ത ആൾക്കാരും ഉണ്ട് ക്രിയേറ്റീവ് ഫീൽഡ്. മേ ബി എന്താ വെച്ചാൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം എല്ലാം ഈ പറഞ്ഞ ഒരു ഒരു നാണം പരിപാടിയൊക്കെ അല്ല, സ്റ്റേജിലൊക്കെ കയറുന്നു. ലൈക്ക് ആൾക്കാർ എന്താ പറയുക, ഞാനൊക്കെ സ്റ്റേജിൽ കയറുന്ന സമയത്തൊക്കെ ചേട്ടന്മാരൊക്കെ ചെരുപ്പൊക്കെ ഇങ്ങനെ പോക്കിയിട്ട് കിട്ടും. നമുക്ക് ഇതൊക്കെ പോയി കിട്ടും. ആ ഒരു ഫൺ അങ്ങനെ
നമ്മൾ ആ ഒരു തൊലിക്കട്ടി വരും എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. പിന്നെ കുറേ നമ്മൾ കുറച്ചും കൂടെ ഹാർഡായിരുന്നു, ലൈക്ക് എനിക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പാസ്സായി കഴിയുമ്പോൾ നമുക്ക് ആ കോൺഫിഡൻസ് വരും, ഇനി കുഴപ്പമില്ല. അത് മെയിൻലി എന്താ വെച്ചാൽ വീട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി വീട്ടുകാർക്ക് ഒരു ഡിഗ്രി എടുത്താൽ ഞാൻ, പക്ഷെ അവർക്ക് ലൈക്ക് നമ്മളത് പഠിപ്പിക്കണം എന്ന സംഭവമായിരുന്നു. ഞാനത് ചെയ്തു. പിന്നെ എൻ്റെ പരിപാടി ഞാൻ പോകുന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നേരെ തന്നെ മ്യൂസിക്കിന്റെ ഇതിലോട്ട് ഇറങ്ങിയായിരുന്നു? ഇറങ്ങല്ല, അതിപ്പോൾ എങ്ങനെ പറയാ, എഞ്ചിനീയർ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഗ്രാജുവലി അവർ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ ഞാനത് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ അവർ ഓക്കെ ആയിരുന്നു. അപ്പം ഇങ്ങനെ എന്നിട്ട് പക്ഷെ എന്നാലും എനിക്ക് അന്ന് ചിലപ്പോൾ ഞാൻ മാഷപ്പ് ഹിറ്റ് അടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ എനിക്കിത് അറിയില്ല എങ്ങനെയാണത് അതിലോട്ട് എത്തുമെന്ന് അറിയില്ല. അന്ന് തന്നെ എനിക്ക് മാഷപ്പിന് ശേഷം തന്നെ 1 കൊല്ലത്തിന് ശേഷം തന്നെ എനിക്ക് ഫസ്റ്റ് ഫിലിം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രോമോ സോങ് 1000 കിനാക്കൾ എന്നൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. 1000 കിനാക്കൾ, അതിൻ്റെ പ്രോമോ സോങ്ങാണ് ചെയ്തത്. അപ്പോൾ അവർ ഓക്കെ ആയി. ബട്ട് സ്റ്റിൽ അത് നമുക്കൊരു വീട്ടുകാരൊന്ന് സ്റ്റെബിലിറ്റി നോക്കുമല്ലോ, ആ സ്റ്റെബിലിറ്റി എന്നും തന്നെ ആയിരുന്നു. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ അവിടെ നിന്ന് ഇവിടെ വന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് ഒന്നും ഉണ്ടായത്. ശരിക്കും ഈ ക്രിയേറ്റീവ് ഫീൽഡിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ കംഫർട്ട് സോൺ വിട്ട് പുറത്ത് വരാതെ സർവൈവൽ പാടായിരിക്കും. കംഫർട്ട് സോൺ വിട്ട് വെളിയിൽ വരിക എന്നല്ല, പുതിയ സിറ്റിയിൽ വന്ന് ഞാൻ പാലക്കാട്ടിൽ ഗ്രാമപ്രദേശത്ത് ജനിച്ചിരുന്ന ആളാണ്. അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങളോട് എക്സ്പോസ്ഡ് ആണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കൺട്രോളിൽ വെച്ച് നമ്മളെ കൺട്രോൾ ചെയ്തൊരു 3 മാസം നമ്മൾ ഫുള്ളൊന്ന് ഇപ്പോൾ വലുതായിട്ട് സ്ട്രഗിൾ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാൻ മടി പിടിച്ചിരിക്കുന്ന സമയമൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ 1 ആഴ്ച 2 ആഴ്ച ഒന്നും ചെയ്യാണ്ട് എങ്ങനെ വെറുതെ ഇരിക്കും. പക്ഷെ എനിക്കത് വേണം, അല്ലെങ്കിൽ ബ്രെയിൻ റോട്ടായി പോകും. ഞാനിപ്പോൾ ഫുൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ എനിക്കൊന്നും ക്രിയേറ്റീവായി നടക്കില്ല. മടി പിടിക്കേണ്ടവിടെ ഞാൻ മടി പിടിക്കും ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് പറയും, നീ അന്നേ കുറച്ചും കൂടെ ഇത് എപ്പോഴും കവേഴ്സൊക്കെ ലൈക്ക് യൂട്യൂബിൽ ഗ്രാജുവലി ഇട്ടാണെങ്കിൽ എനിക്കന്ന് ഇടാൻ തോന്നിയില്ല, ഒന്നും കിട്ടില്ല. അത് സംഭവിച്ച് പോയതാ. നമ്മളിപ്പോൾ അങ്ങനെ സമയം കളഞ്ഞു എന്നുള്ള തോന്നൽ അന്നുണ്ടായിരുന്നു. എന്നെ അങ്ങനെ ആൾക്കാർ പറയുമായിരുന്നു, ചെയ്യായിരുന്നു കണ്ടിന്യൂ. ആക്ച്വലി എൻ്റെ ആഗ്രഹം ഒറിജിനൽസ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള. ഇപ്പോൾ ഞാൻ കൂടുതൽ ആൾക്കാർക്ക് ഈ മാഷപ്പ് ഫീഡ് ചെയ്തുകൊണ്ടിരുന്നാൽ അങ്ങനത്തെ ചെയ്യുന്ന ഒരാൾ മാത്രമായിട്ട് മാറി നിൽക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിനി ഇപ്പോഴും ഞാൻ ലേണിങ്ങിലാണ്, പഠിച്ചുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് പുതിയ സാധനങ്ങളും പുതിയ സൗണ്ടിങ് എന്താണെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. സോ ഈ ഒറിജിനൽസിലേക്കാണ് എൻ്റെ കൂടുതൽ കണ്ണ്. അപ്പോൾ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്ന അത്യാവശ്യം തന്നെയായിരുന്നു എനിക്ക്. ഞാനിപ്പോൾ കണ്ടിന്യൂസ്ലി വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്ത് ചിലപ്പോൾ മാഷപ്പ് മാത്രം ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ആൾക്കാരെ പരിചയപ്പെട്ട് കുറച്ചും കൂടെ ലൈക്ക് മ്യൂസിക് ടേസ്റ്റ് ഉള്ള ആൾക്കാർ. ഇപ്പോൾ അതിലൊരു ടേസ്റ്റ് ഓഫ് മ്യൂസിക് ഭയങ്കര ഡിഫറൻ്റ് ആണ്, എൻ്റെ ടേസ്റ്റ് ഓഫ് മ്യൂസിക് ഭയങ്കര ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കുറച്ച് കാര്യം. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ് സിംഗർ ഐറാൻ. പുള്ളി എനിക്കിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരാറുണ്ട്. ഈ ലൈക്ക് നമ്മൾ പാടുന്നതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട്, ഇന്ന പാട്ടുകളൊക്കെ. ഞാൻ കുറച്ചും കൂടി ഇങ്ങനത്തെ ആൾക്കാരായിട്ട് ലൈക്ക് കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ കംഫർട്ട് സോൺ വരണം. വീട് വിട്ട് ഇങ്ങോട്ട് വന്നതിനെ കുറച്ചും കൂടെ ഇതാവും. പാലക്കാട് സ്ലാങ് ഒക്കെ വരും. ഈ ഒറിജിനൽസ് ചെയ്യുമ്പം അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ സ്വന്തമായിട്ട് തന്നെയാണ്? അതെ അതെ. അതിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് നോക്കുന്നത് സ്വന്തമായിട്ട് തന്നെയാണോ? ഇപ്പോൾ ഞാൻ തിങ്ക് മ്യൂസിക്കിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റും കൂടെയാണ്. ഞങ്ങൾ 2022 തന്നെ അവരെ ട്രാക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ലൈക്ക് അങ്ങനെ പ്രൊഡക്ഷൻ ഹൗസ് അവർ വരുന്ന സമയത്ത് അവരായിരിക്കും അതിൻ്റെ പ്രൊഡക്ഷൻ എടുക്കുക. അവർ ഫുൾ ഔട്ട് റൈറ്റ്സ് സോങ് ഫുൾ അവരെടുക്കും. അല്ലാത്ത എൻ്റെ ഒറിജിനൽസ് ഇപ്പോൾ സത്യം ഓഡിയോസാണ് ശാകുന്തളം ചെയ്തത്. അങ്ങനെയാണ് കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ ആയിട്ടുള്ള ഒറിജിനൽസ് ഞാൻ ചുമ്മാ ഇറക്കി വിടുന്നത് ഞാൻ തന്നെ. അതിനിപ്പം ഞാൻ കമ്പോസ് ചെയ്തുണ്ടാക്കുന്നതിന് ഞാൻ ചിലവെടുക്കേണ്ട ആവശ്യമില്ല. അതെൻ്റെ ഒരു ഞാനായിട്ട് ഉണ്ടാക്കുന്നു. ഈ തിങ്ക് മ്യൂസിക്കിൻ്റെ ആയിട്ടുള്ള ആ ഒരു കൊളാബറേഷൻ എങ്ങനെയായിരുന്നു? അത് അവരൊരു റെപ്രസെൻറ്റേറ്റീവ് നമ്മളെ വിളിച്ച്, അത് വർക്ക് കണ്ടിട്ട് തന്നെ വിളിക്കുന്നത്. അത് 2020 21 വിളിച്ച് അങ്ങനെ ചെയ്തതാണ് തിങ്ക് മ്യൂസിക്കിൻ്റെ വർക്ക്. കൊച്ചിയിൽ വന്നിട്ടാണ് ഈ ആൾക്കാരെ പരിചയപ്പെടേണ്ട ഇടയിലാണ് സത്യം ഓഡിയോസിൽ പോയി സംസാരിച്ച് അങ്ങനെയാണ് ഈ ട്രാക്കും ഈ മറ്റേ ട്രാക്ക് വർക്ക് ചെയ്തത്. അങ്ങനെയാണ് ഒറിജിനൽസ് ഉണ്ടായത്. പിന്നെ ഞാൻ കേരള സർക്കാരിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്, എന്താ അതിൻ്റെ പേര്, ഹരിതകർമ്മസേന, അവരുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് സോങ് ഉണ്ടായിരുന്നു. അത് തിയേറ്ററിൽ പ്ലേ ആവുന്നുണ്ട്. അപ്പം അത് ഞാൻ കമ്പോസ് ചെയ്തത്. നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. ആ കുറച്ച് ചേച്ചിമാർ ഡാൻസ് ഒക്കെ കളിക്കുന്നത്
കേട്ടോ നല്ല രസമായിരുന്നു. അതായിരുന്നു ഞാൻ ചെയ്ത കുറച്ച് വലിയ പ്രൊജക്റ്റ് അതായിരുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഈ ഇടയ്ക്കൊന്നും ചെയ്യാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ നേരത്തെ ചെയ്തുകൂടായിരുന്നു അങ്ങനെയൊക്കെ കുറെ ആൾക്കാർ വരും. അത് കേൾക്കുമ്പോൾ ലൈക്ക് ആസ് എ ക്രിയേറ്റീവ് പീപ്പിൾ എനിക്ക് തോന്നാറുള്ള എൻ്റെ അടുത്താണല്ലോ പലരും ഇങ്ങനെ നിനക്ക് അങ്ങനെ ചെയ്തുകൂടായിരുന്നു, അത് ചെയ്തുകൂടായിരുന്നു, അത് അപ്പൊ പറഞ്ഞുകൂടായിരുന്നു, എന്തെങ്കിലും എൻ്റെ ഇന്റർവ്യൂവിൻ്റെ തന്നെ ആണെങ്കിലും നിനക്ക് അങ്ങനെ ചോദിച്ചുകൂടായിരുന്നു അവരോട്, അപ്പം ആ റീച്ച് വന്നേനല്ലോ, അങ്ങനെയൊക്കെ യൂഷ്വലി നമ്മളിങ്ങനെ ജഡ്ജ് ചെയ്യുന്ന പോലെ തോന്നാറുള്ളൂ. അങ്ങനെ പറയുന്നവരോട് അശ്വിൻ എന്തായിരിക്കും തിരിച്ചിപ്പോ ആ സമയത്തൊന്നും പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല. ആ സമയത്ത് പറയും ആടോ കേട്ടോ ശരി ചെയ്യാം. അവരത് നമ്മളത് പറയുക, നമ്മൾ എന്ത് എടുക്കണു എന്നുള്ളതാണ്. അവരടുത്ത് എന്ത് പറയും, നമ്മളതെങ്ങനെ എടുക്കുന്നു എന്ന് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ഞാനിപ്പോൾ അവർ പറയുമ്പോൾ ഓക്കേടാ ശരിയായിരിക്കും. പക്ഷെ അത് എന്നെ സംബന്ധിച്ച് ഞാൻ പറയില്ല, എനിക്ക് ആ ഒരു ബ്രേക്ക് ആവശ്യമായിരുന്നു. എനിക്ക് കുറച്ച് മടി പിടിക്കണമായിരുന്നു. എന്നാലും എനിക്ക് കുറച്ചും കൂടെ ലൈക്ക് ഞാൻ ആ സമയം ഞാൻ ചിലപ്പോൾ ഫുൾ വെബ് സീരീസ് ഇരുന്ന് കണ്ടാവും, ചിലപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഫുൾ ഇരുന്ന് കണ്ടാവും, യൂട്യൂബ് വെറുതെ ഇരുന്ന് കണ്ടാവും. പക്ഷെ അങ്ങനെ ഇരുന്ന് കണ്ടതൊന്നും എനിക്കൊന്നും വേസ്റ്റ് ആയിട്ടില്ല. ഞാൻ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നോളജ് എടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ ഞാൻ അങ്ങനെ കണ്ടു തീർത്തതാണ്. അപ്പോൾ എനിക്ക് ആദ്യത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഭയങ്കര എൻ്റെ മൈൻഡിൽ അതൊക്കെ കിടക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് വേസ്റ്റ് ആയിട്ടില്ല. ഞാൻ എന്ത് മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്താലും വെറുതെ ഇരിക്കുകയാണെങ്കിൽ കൂടെ എനിക്കത് വേസ്റ്റ് അല്ല. അത് നമുക്ക് വേണ്ട സമയം തന്നെയാണ്. അവരെ എപ്പോഴെങ്കിലും പറഞ്ഞ് ഇങ്ങനെ കൺവിൻസ് ചെയ്യാൻ ഈ രീതിയിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, എനിക്ക് ആ ബ്രേക്ക് വേണമായിരുന്നു അതുകൊണ്ട് വെറുതെ ഇരുന്നതാ അങ്ങനെയൊക്കെ? അങ്ങനെ കൺവിൻസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതവർ പറഞ്ഞു അത്രേ ഉള്ളൂ. നമുക്കങ്ങനെ അവരെ നമ്മളെന്താ വെറുതെ എനർജി എടുത്ത് ഒരാളെ കൺവിൻസ് ചെയ്ത് അയ്യോ ഇത് ഇങ്ങനെ കേട്ടോ ഞാൻ അങ്ങനെ നീ എന്തോ ചെയ്ത് പറയും. അവർ പറഞ്ഞു, അവർ നമ്മുടെ അടുത്തുള്ള സ്നേഹം കൊണ്ട് അവർ പറഞ്ഞു. നമ്മളതെങ്ങനെ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ബ്രേക്ക് എടുക്കാം എടുക്കാതിരിക്കാം നമ്മുടെ ഇഷ്ടം. ഞാനങ്ങനെ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പോകാറില്ല. അത് അവർക്ക് ആ സ്നേഹമുള്ളതുകൊണ്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു അത്രേ ഉള്ളൂ. ഓക്കെ. ഈ മ്യൂസിക്കിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയായിരിക്കും? മ്യൂസിക്കിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരുടെയൊക്കെ മ്യൂസിക് ആണെന്നുള്ളത്? ഇപ്പം എനിക്ക് കറന്റ് ജേക്ക് സാറിൻ്റെ മ്യൂസിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മെലഡീസ് പരിപാടിയൊക്കെ നല്ല വർക്കാണ്. ഗോപി ചേട്ടൻ്റെ പരിപാടിയും പഴയ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കറന്റ് എല്ലാവരും നല്ല ഇതാണ്. എങ്ങനത്തെ ട്രാക്ക് ചെയ്യാനാണ് കൂടുതലും ഇഷ്ടം വരുന്നത്? മെലഡി ആണോ അതോ? എനിക്ക് ഇപ്പോഴും മെലഡീസിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. അത് നമുക്ക് ആൾക്കാർക്ക് എന്നും കേൾപ്പിച്ചിരുത്താൻ പറ്റുന്ന മെലഡി ഉണ്ടാക്കി പറഞ്ഞത് ഭയങ്കര പാടാണ്. ഞാനിപ്പോഴും അത് ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനെ വൃത്തിക്കൊരു നല്ല പ്രൊഡക്ഷനും ചെയ്ത് ആൾക്കാർക്ക് എങ്ങനെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയത്. മെലഡിയാണ് ഏറ്റവും എന്നും നിൽക്കുന്ന മെലഡിയാണ് തോന്നിയിട്ടുണ്ട്. ആൾക്കാർക്ക് എന്നും ആലോചിച്ച് നിൽക്കുന്ന ട്യൂണും ആ ട്യൂണെപ്പോൾ ചില ആൾക്കാരുടെ മനസ്സിലുണ്ടാവാറുണ്ട്. അല്ലാതെ പ്രൊഡക്ഷൻ മാത്രമായിട്ട് ചിലപ്പോൾ നിൽക്കണം എന്നില്ല. ഒരു ആൾക്കാർക്ക് ഒത്ര സൗണ്ടും ഭയങ്കര ബഹളം അത് ചിലപ്പോൾ അവർക്ക് നിൽക്കണം എന്നില്ല. നേരെ മറിച്ച് ഒരു മെലഡി അവർക്ക് എപ്പോഴും സാധാരണക്കാർക്ക് എന്നും കണക്റ്റായി നിൽക്കും. അശ്വിൻ ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ളത് മെലഡി ടൈപ്സ് ആണ്. അപ്പോൾ അതാണ് ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്ഷൻസ് കേൾക്കാറുണ്ട്. അപ്പോൾ മെലഡി പഴയ പാട്ടുകളൊക്കെ ഇരുന്ന് കേൾക്കും. അന്ന് വലിയ സൗണ്ടിങ് ഒന്നുമില്ല. ലൈക്ക് അപ്പോൾ ആ മെലഡിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പഴയ പാട്ടുകൾക്ക് വലിയ പ്രൊഡക്ഷനും പരിപാടിയൊന്നുമില്ല. അവിടുന്ന് ഇവിടുന്ന് സൗണ്ട് കേൾക്കുന്ന സെറ്റപ്പോ സിന്തോ അങ്ങനെയൊന്നുമില്ല. ബട്ട് ആ മെലഡി വർക്കാണ്. അത് ഞാൻ കുറച്ചിപ്പം കേട്ട് ലൈക്ക് ഇപ്പം ഞാൻ അതിലോട്ടാണ് കേട്ട് നോക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്നിട്ട് അതെങ്ങനെ ഇപ്പോഴത്തേക്ക് കൊണ്ടുവരാം. വിഷ്ണു വിജയ ചേട്ടൻ്റെ പാട്ടുകളൊക്കെ അവരൊക്കെ. എന്തായാലും ഒരു പാട്ടുകാരനെ ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് പാട്ട് പാടിക്കാതെ എനിക്ക് വിടാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും ഇപ്പം ഓൺ കമ്പോസിഷനോ ഏതെങ്കിലും ഒരു പാട്ട് എനിക്ക് വേണ്ടി നമ്മുടെ ഓഡിയൻസിന് വേണ്ടി. നിൻമുഖം സന്ധ്യയിൽ പൂവ് പോലെ സുന്ദരം, മുളം കുഴൽ പാട്ടുപോൽ നിൻ സ്വരം മനോഹരം, ആദ്യമായി കണ്ട നാൾ മുതൽക്കു ഞാൻ നിന്നിൽ അലിഞ്ഞു പോയി. എത്ര നാൾ തേടി ഞാൻ നിന്നെ വന്നു കാണുവാൻ, നിറങ്ങളിൽ മയങ്ങുവാൻ എത്ര നാൾ കൊതിച്ചു ഞാൻ, ആദ്യമായി കേട്ട നാൾ മുതൽക്കു ഞാൻ നിന്റെ ഗാനഗാഥയിൽ സുന്ദരി സുഗന്ധിയാം സുനാദ തന്ത്രിതൻ. വരൂ പ്രിയേ വിലോല ചന്ദ്രികേ, വരൂ വരൂ കിനാവിലൻ പ്രിയേ വിലാസലോലയായി, വസന്തമെത്ര എത്ര സുന്ദരം.
എൻ്റെ ഫേവറേറ്റ്, വൺ ഓഫ് ദി ഫേവറേറ്റ് സോങ്. ഇത് എന്നെ കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് പാടി. അതിപ്പോൾ വെറുതെ പറഞ്ഞല്ലേ? അല്ലല്ല, ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അത് എനിക്ക് ലിറിക്സ് ഓർമ്മയില്ല ഇതിൻ്റെ അത്യാവശ്യമുള്ളൂ. ഈ പാട്ട് പഠിച്ചിട്ടുണ്ടോ ശരിക്കും പാടാൻ? ഞാൻ 2 കൊല്ലം 3ാം ക്ലാസ് 4ാം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. അന്ന് ഇതേപോലെ പഠിച്ചു. എനിക്ക് അത്യാവശ്യം ലെസൺസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നെ അത് കണ്ടിന്യൂ ചെയ്തില്ല. പിന്നെ ഒരു 2 കൊല്ലത്തിന് ശേഷം ഒരു അമ്മൂമ്മയെ പഠിപ്പിച്ചത്, അവർ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വയലിൻ സാറായി. അത് വെച്ചാൽ ഓരോ ആഴ്ച വരുമ്പോൾ അടുത്ത ലെസൺ പഠിക്കണം, അങ്ങനെയായിരുന്നു. അല്ലാണ്ട് എനിക്ക് പക്ഷെ അത് എനിക്ക് നല്ലോണം ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കതിൻ്റെ വെസ്റ്റേൺ തിയറിയൊക്കെ അത്യാവശ്യം പരിപാടിയൊക്കെ അറിയാം. എനിക്കത് ബെനിഫിറ്റ് മെലഡീസ് എങ്ങനെയാണ് ഇപ്പോൾ അതൊക്കെ എനിക്ക് അത്യാവശ്യം അന്ന് നല്ലോണം നോളജ് കിട്ടിയിട്ടുണ്ട്. അല്ലാണ്ട് ഇരുന്ന് ചേർക്കുന്ന വായിക്കുന്ന പരിപാടിയല്ല. പക്ഷെ വായിക്കും. ഇപ്പം വായിക്കാറില്ലേ? ഇപ്പം ഇല്ല, ഇപ്പം അതിനില്ല. ഇപ്പം ഞാൻ ഗിത്താറിലോട്ട് ശ്രദ്ധിച്ച കമ്പോസിഷൻ അല്ലേ. അപ്പം അങ്ങനെ ഇപ്പോഴും ഞാൻ ഇപ്പം എനിക്കിപ്പോഴും പാട്ട് പഠിക്കാൻ ഞാൻ ഒരു ക്ലാസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നോക്കും, പഠിക്കും. ലേണിംഗ് പ്രോഗ്രസ് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുക എപ്പോഴും. നല്ലൊരു ഇപ്പം എനിക്ക് ഹിന്ദുസ്ഥാനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി ആവല്ലോ. അതെ, ആവാം. നമുക്കിപ്പോഴും ഒരിക്കലും സമയം തീരുന്നതല്ലേ, എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ അന്ന് ചെയ്തത് ഇപ്പോഴല്ലേ, അന്ന് ചെയ്ത് 2023 ചെയ്ത് ഇപ്പോഴല്ലേ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതിൻ്റെ സമയം വരുമ്പോൾ നടന്നോളൂ. യെസ്. ഇനിയും സിനിമാ പരിപാടികൾ വരുന്നത് ഏതൊക്കെയാണ്? സിനിമ പരിപാടിയെ കുറിച്ച് പറഞ്ഞൊന്നും അതാകുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അത് നോക്കുന്നുണ്ട്, ടോക്സിലുണ്ട്, അങ്ങനെയൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ എന്തായാലും പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ ചോട്ടാ മുംബൈ. അത് മെയിൻ തിങ് ഈസ്, എനിക്ക് വേറൊരു കാര്യം ഇതിൻ്റെ ഫുൾ വാട്ട് എവർ ഇത് ആവാനുള്ള ക്രെഡിറ്റും എനിക്കും മാത്രമല്ല, ഒറിജിനൽ കമ്പോസർ രാഹുൽ രാജ്, പുള്ളിയുടെ കമ്പോസിഷനാണ് നിങ്ങളവിടെ കേൾക്കുന്നത്. ഐ ഹാവ് ടു അതിനെ ഞാൻ റീവർക്ക് ചെയ്ത് എൻ്റെ ആയിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്തതാണ്. സോ പുള്ളിയുടെ ഒരു ഇറ്റ്സ് ആൻ അപ്രിസിയേഷൻ ഫോർ ഹിം, ഒരു ട്രിബ്യൂട്ട് പോലെ തന്നെയാണ് അത്. ലാലേട്ടൻ ഓൾസോ. അടുത്ത എന്തെങ്കിലും പ്രഡിക്ഷൻസ് ഉണ്ടോ ഇതുപോലെ? അത് നടക്കും, എന്നിട്ട് പറയും. അത് നടക്കാണ്ടിരിക്കും, ഒരു തള്ളി പറയല്ലേ. അങ്ങനല്ല. ഇപ്പം ലാലേട്ടന്റെ പറഞ്ഞു, അതുപോലെ മമ്മൂക്കയുടെ ഏതെങ്കിലും ഇതുപോലെ ഞാൻ ബിഗ് ബിയുടെ സാധനമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ബിഗ് ബി അത് നമ്മളെല്ലാവരുടെയും മലയാളികളുടെ ഒരു ആഗ്രഹമാണ്, ബിഗ് ബിയും കൂടെ ഒന്നുകൂടെ റീ റിലീസ് ചെയ്ത് കാണണം. നിങ്ങൾ ആഗ്രഹമുള്ള സാധനം നോക്കി ചുമ്മാ പ്രെഡിക്റ്റ് ചെയ്താൽ മതി, നടന്നോളേ. പക്ഷെ വർഷം കറക്റ്റ് ആയിട്ട് വരണമെന്നില്ലല്ലോ. വർഷം റീ റിലീസുകൾ നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്, നമുക്കറിയാം. ഏകദേശം ഒരു കാരണം ഇപ്പോൾ ഈ 4K എല്ലാ റീമാസ്റ്ററിംഗ് ഒക്കെ എന്തായാലും നടക്കും. അപ്പോൾ ഒരു 2 കൊല്ലം ചുമ്മാ ഗ്യാപ്പിട്ട് പറഞ്ഞാൽ മതി, നടന്നോളാം. ഞാൻ അടുത്തൊരു പ്രഡിക്ഷൻ നടത്താൻ പോവാ. ഓക്കെ, അപ്പോൾ അശ്വൻ, താങ്ക് യു സോ മച്ച്. ഇനിയും അടിപൊളിയാവട്ടെ സിനിമാ ജീവിതം, പാട്ടിൻ്റെ കരിയർ എല്ലാം അടിപൊളിയാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.